പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഞ്ചതന്ത്രത്തിലെ 22ാമത്തെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഥയുടെ ടൈറ്റിൽ നിർധനനായ വ്യാപാരി. ഒരു ദേശത്ത് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾ വ്യാപാരത്തിൽ പരാജയപ്പെട്ട് കടബാധ്യതക്കാരനായി ഉള്ള ധനം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെയിരിക്കെ ഇയാൾ സ്വന്തം നാട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയി. അങ്ങനെയാണല്ലോ, പരാജയപ്പെട്ടവൻ സ്വന്തം നാട്ടിൽ നിൽക്കുന്നത് അപമാനകരമാണ്. ഇയാൾ അന്യനാട്ടിൽ പോയി ധനം സമ്പാദിക്കാനായി പല പ്രവൃത്തികളിലും ഏർപ്പെട്ടു. ഈ പോകുന്നതിന് മുമ്പ് പുള്ളിയുടെ ഒരു സുഹൃത്തായ മറ്റൊരു വ്യാപാരിയെ അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു 100 റാത്തലോളം തൂക്കം വരുന്ന, അതായത് 50 കിലോ തൂക്കം വരുന്ന ഒരു ഇരുമ്പ് ത്രാസ് ഏൽപ്പിച്ചിരുന്നു. അത് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അങ്ങനെ അത് ഏൽപ്പിച്ചിട്ട് അയാൾ ദൂരദേശത്തേക്ക് പോയി. കുറെ നാള് ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ചു വന്ന് കൂട്ടുകാരനോട് ത്രാസ് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ കൂട്ടുകാരൻ ഒരു കപട സ്വഭാവക്കാരനായിരുന്നു. അയാൾ പറഞ്ഞു, അയ്യോ സുഹൃത്തെ, നിങ്ങളുടെ ത്രാസ് ഒരു എലി തിന്നു തീർത്തു. ഇത് കേട്ട് വ്യാപാരിക്ക് കാര്യം മനസ്സിലായെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അയാൾ പറഞ്ഞു, സാരമില്ല, വിധി അങ്ങനെയാണ്, എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ, ചിലപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും, സാരമില്ല, നമുക്കിനി അടുത്തത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് മറ്റേ വ്യാപാരിയെ സമാധാനിപ്പിച്ച് ഇയാൾ വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് പുഴക്കരയിൽ പോയി കുളിക്കാനായിട്ട് തോർത്തൊക്കെ എടുത്ത് ഇറങ്ങി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ത്രാസേൽപ്പിച്ച വ്യാപാരിയുടെ ഭവനത്തിൽ ചെന്ന് അയാളെ വിളിച്ച് മകനെയും കൂടെ ഒന്ന് കൂട്ടിന് വിടാമോ എന്ന് ചോദിച്ചു, എണ്ണയും സോപ്പും ഒക്കെ ആയിട്ട്. അപ്പോ പറ്റില്ല എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മകനെ വിസമ്മതത്തോടുകൂടിയാണെങ്കിലും മകനെ കൂട്ടായിട്ട് വിട്ടു. കുളിയൊക്കെ കഴിഞ്ഞ് ഈ വ്യാപാരി മകനെ ഒരു പൊത്തിൽ ഒളിപ്പിച്ച് ഒരു കല്ല് വെച്ച് മൂടി വെച്ചു പൊത്ത്. എന്നിട്ട് ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കൂട്ടുകാരനായ മറ്റേ വ്യാപാരിയുടെ വീട്ടിൽ ചെന്നപ്പം എന്റെ മകൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, അയ്യോ, മകനെ ഒരു പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയി. മനുഷ്യപാലനെ പരുന്ത് റാഞ്ചുവോ? ഇതിനകത്ത് എന്തോ ഒരു കെണിയുണ്ട് എന്ന് ആ വ്യാപാരി മനസ്സിലാക്കി. അവർ തമ്മിൽ ശണ്ടയായി, വാക്കേറ്റം മൂത്തു, കയ്യാങ്കളിയിലേക്ക് എത്തുന്ന അവസ്ഥയിലായി. ഇത് രാജകിങ്കരന്മാരറിഞ്ഞു. ഇവരെ രണ്ടുപേരെയും പിടിച്ച് രാജസന്നിധിയിൽ എത്തിച്ചു. രാജാവ് രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പോൾ ത്രാസ് നഷ്ടപ്പെട്ട വ്യാപാരി പറഞ്ഞു, 50 കിലോ തൂക്കം വരുന്ന ത്രാസ് ഒരു എലി തിന്നു തീർക്കുമെങ്കിൽ, ഇരുമ്പ് കൊണ്ടുള്ള ത്രാസ് ഒരു എലി തിന്നു തീർക്കുന്ന ദേശത്ത് ഒരു മനുഷ്യക്കുട്ടിയെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്നത് അസംഭവ്യമല്ല, അത് സംഭവിക്കാം. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിനകത്ത് എന്തോ അർത്ഥമുണ്ടല്ലോ, എന്താണത്? അപ്പോൾ ത്രാസ് നഷ്ടപ്പെട്ട വ്യാപാരി കാര്യം പറഞ്ഞു. രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് രണ്ടുപേരെയും ഗുണദോഷിക്കുകയും വ്യാപാരിയോട് ത്രാസ് കൊടുക്കാനും മറ്റേ വ്യാപാരിയോട് പുത്രനെ തിരിച്ചേൽപ്പിക്കാനും പറഞ്ഞു. കരടകൻ പറഞ്ഞു, നീന്റെ പ്രവൃത്തി മൂലം വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന രണ്ടുപേരെ, കാളയെയും സുമുഖത്തെയും ശത്രുവാക്കി, ഒരാളെ വധിച്ചു, ഒരാളെ മൃതപ്രായനാക്കി. നിന്നോടുള്ള ചങ്ങാത്തം നാശത്തിലെ കലാശിക്കുള്ളൂ. തന്നെയല്ല, അത് പ്രഭുവിന്റെ കുഴപ്പമാണ്. മൂഢനായ സേവകൻ രാജാവിന് ആപത്ത് വരുത്തും. ആ സമയം പണ്ഡിതനായ ഒരു ശത്രു ചിലപ്പോൾ അവനിൽ നിന്ന് ഗുണമുണ്ടായേക്കും. ഒരു കുരങ്ങൻ മൂലം രാജാവ് മരിച്ചുപോയ ഒരു കഥയും, അതുപോലെ തന്നെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ നിമിത്തം കൂടെയുള്ള മറ്റു ബ്രാഹ്മണന്മാര് രക്ഷപ്പെട്ട ഒരു കഥയും നീ കേട്ടിട്ടില്ലേ? ലബനകന്റെ ആവശ്യപ്രകാരം കരടകൻ ഒരു കഥ പറഞ്ഞു. അതാണ് 23ാമത്തെ കഥ. പ്രിയ സുഹൃത്തുക്കളെ, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.